ഏതൊരു പാരൻറ്റും തൻ്റെ കുട്ടിക്ക് ഏറ്റവും നല്ലൊരു പാരൻറ്റിങ് കൊടുക്കണം, നല്ലൊരു ചൈൽഡ്ഹുഡ് കൊടുക്കണം എന്നായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുക. നമ്മൾ ആരും തന്നെ അവരെ ബുദ്ധിമുട്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കില്ല. അവർക്ക് ഏറ്റവും നല്ലൊരു കെയറിങ്, അവർക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും അവരുടെ കൂടെ നിന്ന് നല്ലൊരു നിലയിലെത്തിക്കണം എന്നൊക്കെ വിചാരിക്കുന്നവരായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ അവരെ ഓവറായിട്ട് നമ്മൾ കെയർ ചെയ്താൽ, ഓവറായിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്താൽ, അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ടെങ്കിലൊക്കെ ചില പാരൻസ് അഹങ്കാരത്തോടൊക്കെ പറയുന്ന കേൾക്കാറുണ്ട്, അവൻ്റെ ഓരോ സെക്കൻഡും ഞാൻ നോക്കിക്കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും, അത് കാരണം അവന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നൊക്കെ, അവൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ കൺട്രോളിൽ കൂടെയാണ് പോകുന്നത്, അതുകൊണ്ട് അവൻ എവിടെയും തളരില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഓവർ പ്രൊട്ടക്റ്റീവ് ആവുന്ന സമയത്ത് ആ ഒരു കുട്ടി ഭയങ്കര ബുദ്ധിമുട്ടിലൂടെയൊക്കെ പിന്നീട് കടന്നു പോകാനുള്ള ചാൻസ് കാണാറുണ്ട്. ഇത്തരം ഓവർ പ്രൊട്ടക്റ്റീവായിട്ട് വളരുന്ന കുട്ടികളിൽ എക്സസീവായിട്ടുള്ള ഫിയറും വേറെയുള്ള സിറ്റുവേഷൻസൊക്കെ ഫേസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. ഹലോ, എൻ്റെ പേര് ഹിബ. ഞാൻ ഹെയിൽ ആൻഡ് ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. നമുക്ക് ആദ്യം തന്നെ ഹെയിലനിൽ കഴിഞ്ഞ ദിവസം വന്നൊരു കുട്ടീനെ പരിചയപ്പെടാം. ഒരു 8-9 വയസ്സായിരുന്നു ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. ചെറിയൊരു കുട്ടിയാണ്, സ്കൂളിലൊക്കെ പോയി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു കുട്ടീന് കംപ്ലൈൻ്റ് ആയിട്ട് പാരൻ്റ് പറഞ്ഞത്, അവന് സ്കൂളിൽ ഒറ്റയ്ക്ക് പോകാൻ പോലും പേടിയാണ്, അവന് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ പോലും പേടിയാണ്, ഒറ്റയ്ക്ക് പോയിട്ട് വേറെ ആരുണ്ടെങ്കിലും, ഞാൻ ഇല്ലെങ്കിൽ, പാരൻ്റ് മദറാണ് സംസാരിക്കുന്നത്, ഞാൻ ഇല്ലെങ്കിൽ അവന് എന്തെങ്കിലും ഒന്ന് വെറുതെ ഇരിക്കാൻ പോലും അവന് പേടിയാണ്, അവന് സ്കൂളിലത്തെ വർക്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു ആദ്യം, പക്ഷേ ഇപ്പം അവനോട് ചെയ്യാൻ പറഞ്ഞാൽ അവനക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എക്സാംസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, പ്രോപ്പറായിട്ട് എഴുതാനോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ അവന് പേടിയാണ്, സ്കൂളിൽ ഇരിക്കാൻ പേടിയാണ്, ടീച്ചേഴ്സ് അല്ലെ ഫ്രണ്ട്സ് കാര്യങ്ങൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ അവന് എന്തോ പ്രശ്നമുണ്ട്, എന്തോ പറ്റിയിട്ടുണ്ട്, ഇത്രയൊന്നും പ്രശ്നമില്ലായിരുന്നു ഇതുവരെ, പക്ഷെ ഇപ്പോൾ അവന് ഭയങ്കര ബുദ്ധിമുട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് പാരൻറ്റ് പറയുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ നോക്കിയതാണ്, തായും തലയിലും വെക്കാതെ നോക്കിയൊരു കുട്ടിയാണ്, എൻ്റെ ഒറ്റ മോനാണ്, ഉപ്പാക്കും ഉമ്മാക്കും ഒറ്റ മോനാണ്, അത്യാവശ്യം നല്ല ലക്ഷറിയിൽ എന്നെ കുട്ടീനെ കെയർ ചെയ്ത് വന്നിട്ടുണ്ട്, അയാൾ എന്താഗ്രഹം പറഞ്ഞാലും അതൊക്കെ സാധിക്കും, അയാൾ എപ്പോൾ എവിടെ പോകണമെന്ന് പറഞ്ഞാലും അവിടെയൊക്കെ കൊണ്ടുപോകും, അയാൾ എന്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഈ പാരൻസ് എല്ലാ കാര്യവും ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അവൻ എന്ത് ചെയ്താലും ഞാനത് ശ്രദ്ധിക്കാറുണ്ട് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കുട്ടീൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട് കുട്ടിയുമായിട്ടൊന്ന് മിങ്കിളായി വരാൻ വേണ്ടിയിട്ട്. ആദ്യമൊന്നും കുട്ടി നമ്മളടുത്ത് തന്നെ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുട്ടീനോട് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുട്ടി റെഡി ആയിട്ടുണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്. പാരൻറ്റിൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ ഒരു 1 hour പോലും മാറി നിൽക്കാൻ കുട്ടിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് 1-2 സെഷൻസിന് ശേഷമാണ് ആ കുട്ടി ഒറ്റയ്ക്ക് നമ്മളടുത്ത് സംസാരിക്കാൻ പോലും റെഡി ആയിട്ടുണ്ടായിരുന്നത്. ആളടുത്ത് സംസാരിച്ച സമയത്ത് നമുക്ക് മനസ്സിലായത് ഈ ഒരു പാരൻറ്റ് വളരെ ശ്രദ്ധിച്ചാണ് ഈ ഒരു കുട്ടീനെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര കെയർ ചെയ്ത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഫുഡ് കൊടുക്കുന്ന സമയം മുതൽ, അതായത് ചെറിയ പ്രായത്തിലെ ആദ്യമായിട്ട് ഫുഡ് കൊടുക്കുന്ന സമയം മുതൽ അത്രക്ക് മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചും കണ്ടിട്ട് പോറ്റി വളർത്തിയൊരു മോനാണിത്. ഈ കുട്ടിയും ഇതെന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളിലും എൻ്റെ പാരൻറ്റ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ പാരൻറ്റും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുട്ടീൻ്റെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് കുട്ടി ഒറ്റക്കൊരു കാര്യം ഇതേവരെ ചെയ്തിട്ടില്ല, ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പോലും ഇല്ല. അവൻ്റെ ഒരു പ്രായം വരെ, അതായത് സ്കൂളിൽ പോയി തുടങ്ങിയതിന് ശേഷം, അതായത് സ്കൂളിൽ കൊണ്ടുവിടുന്നത് ഉമ്മയാണ്, ചില സമയത്ത് സ്കൂളൊക്കെ ഉച്ചയ്ക്ക് പോയിട്ട് കൂട്ടി കൊണ്ടുവരും, അതായത് വീട്ടിൽ ഉമ്മക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, കുട്ടീനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നഴ്സറിയിലൊക്കെ പോയിരുന്ന സമയത്ത്, അതായത് അത്രയും കുട്ടിയുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ഫാമിലി ആയിരുന്നു അവർ. പക്ഷേ ഇപ്പം ഉമ്മ ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്, അപ്പം കുട്ടിയുമായിട്ട് അത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ ആ ഒരു പാരൻറ്റിന് കിട്ടുന്നില്ല. അവനെ സ്കൂളിലേക്ക് കൊണ്ടുവിടാറായിരുന്നു പതിവുണ്ടായിരുന്നത്, പക്ഷെ ഇപ്പോൾ കൊണ്ടുവിടാൻ പറ്റുന്നില്ല. സ്കൂളിലത്തെ ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും, എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഓരോ വേർഡ് ബൈ വേർഡായിട്ട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാരൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ആ ഒരു വർക്ക് ചെയ്യാൻ അയാൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. സ്കൂളിൽ ഇരിക്കുന്ന സമയത്ത് ഉമ്മ ഇല്ലല്ലോ കൂടെ, അതുകൊണ്ട് സ്കൂളിൽ ഇരിക്കാൻ ആ കുട്ടിക്ക് പേടിയാണ്. സ്കൂളിൽ എക്സ്ട്രാ ആയിട്ടുള്ള എന്ത് വർക്ക് ചെയ്യാൻ പറഞ്ഞാലും ആൾക്ക് ബുദ്ധിമുട്ടാണ്. വീട്ടിലാണെങ്കിൽ പോലും
ഉമ്മ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വീട്ടിലിരിക്കാനും പേടിയാണ്. പുറത്തേക്ക് പോകുന്ന സമയത്താണെങ്കിലും എല്ലാ കാര്യത്തിനും ആ കുട്ടിയുടെ ഞാൻ ഏത് ഡ്രസ്സ് ഇടണം എന്ന് പോലും തീരുമാനിക്കുന്നത് എൻ്റെ ഉമ്മയായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഉമ്മക്ക് അതിന് ടൈം ഇല്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ ഡ്രസ്സ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. എനിക്ക് ഫുഡ് കഴിക്കാൻ ഞാൻ എന്ത് കഴിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഉമ്മയായിരുന്നു. പക്ഷേ ഇപ്പം എന്നോട് ഡിസൈഡ് ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. പുറത്ത് പോകാൻ എപ്പോഴും എന്നെ അവരായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം എന്നോട് പുറത്ത് പോകാൻ പറഞ്ഞിട്ട് എനിക്ക് പറ്റുന്നില്ല. സ്കൂളിൽ പോകുന്ന സമയത്ത് എന്നെ അവർ കൊണ്ടുവിടുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നില്ല. അവർ എന്നെ അത്രയും ടേക്ക് കെയർ ചെയ്തത് കൊണ്ട് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടില്ല എന്നാണ് ആ ഒരു ചെറിയ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പാരൻ്റ് വിചാരിക്കും ഞാൻ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് അവനെ ഹെൽപ്പ് ചെയ്യുകയാണല്ലോ എന്നുള്ളത്. പക്ഷെ ഇത്രയും ഓവർ പ്രൊട്ടക്റ്റീവ് ആവുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു കുട്ടി റിയലൈസ് ചെയ്യുന്നത് ഈ വേൾഡ് അത്രയും ഡേഞ്ചറസ് ആണ്. ഞാൻ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പാടില്ല. എല്ലാ കാര്യത്തിനും ഞാൻ പാരൻസിനോട് ഹെൽപ്പ് ചോദിക്കണം. അവരെൻ്റെ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്താൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് ആ ഒരു കുട്ടി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം പാരൻറ്റിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റാതായത് കൊണ്ടും പാരൻറ്റ് അവൻ ചെയ്യട്ടെ എന്നുള്ള രീതിയിലേക്ക് എത്തിയത് കൊണ്ടും അവന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഫുൾ സ്റ്റോപ്പ് വീണ പോലെയാണ് അവൻ്റെ ലൈഫ്. ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു കാര്യം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ എങ്ങനെയാ പറ്റുക എന്നുള്ളൊരു രീതിയിലാണ് ആൾ സംസാരിക്കുന്നത്. ഈ ഒരു കുട്ടി വളർന്നു വരുന്ന സമയം മുതലേ നമ്മളിങ്ങനെ ചെയ്തില്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും, ഞാൻ എൻ്റെ കുട്ടീനെ നല്ലോണം നോക്കുന്നില്ല എന്ന് ആൾക്കാർ പറയില്ലേ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് പേടിച്ചിട്ടൊക്കെ ആയിരിക്കും ചില പാരൻസ് അവരെ ഇത്രയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടു നടക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ പാരൻറ്റിങ്ങിൽ, അവർക്ക് കിട്ടിയിട്ടുള്ള പാരൻറ്റിങ്ങിൽ എന്തെങ്കിലും ട്രോമ ഉള്ളത് കാരണമായിട്ടോ അല്ലെങ്കിൽ അത്ര നെഗ്ലക്റ്റീവ് പാരൻറ്റിങ് ഒക്കെ ആണെങ്കിൽ അങ്ങ് ഒഴിവാക്കി വിട്ടൊരു പാരൻറ്റിങ് സ്റ്റൈലൊക്കെ ആയിരുന്നു ഈ പാരൻസിന് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിലൊക്കെ തൻ്റെ കുട്ടിക്ക് നല്ലൊരു പാരൻറ്റിങ് ആവട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ കെയർ ചെയ്യുന്നതൊക്കെ ആയിരിക്കും. പാരൻസിൻ്റെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് അവരെ കുറ്റം പറയുന്നതല്ല, അവരുടേതായിട്ടുള്ള ശരിയാണത്. പക്ഷേ കുട്ടിക്ക് ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് ചുറ്റിലും ഭയങ്കര ഡേഞ്ചറാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും നെഗറ്റീവാണ്, എൻ്റെ പാരൻസും ഉള്ള സമയത്ത് മാത്രമേ ഞാൻ ഹാപ്പി ആവുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് എത്തുന്നത്. ഇത്തരം ഒരു ഓവർ പ്രൊട്ടക്റ്റീവ് പാരൻറ്റിങ്ങിലൂടെയാണ് ഒരു കുട്ടി കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അയാളുടെ കോൺഫിഡൻസിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ഭയങ്കര കുറവായിരിക്കും അയാളുടെ കോൺഫിഡൻസ് കിടക്കുന്നത്. സ്വന്തമായിട്ടൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനോ ഒരു പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യാനോ ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ ഒരു കുട്ടിക്ക് ഉണ്ടാവും. അയാൾ ഇനിയിപ്പോൾ വലിയതായിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുകയാണ്. അതിപ്പം റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തന്നെയാണോന്നില്ല, ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു റിലേഷൻഷിപ്പിലായാലും നല്ല രീതിയിൽ ബുദ്ധിമുട്ടും. മാരിറ്റൽ റിലേഷൻഷിപ്പിലാണെങ്കിലും ആ ഒരു കുട്ടി നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ടാവും. വലിയതായി കഴിഞ്ഞാലും ആളൊരു മാരേജിലേക്ക് കടന്നാലും തൻ്റെ പാർട്ട്ണറിലായാലും ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഈ കുട്ടി ചെറുപ്പം മുതലേ പാരൻസിൽ ഭയങ്കര ഡിപ്പെൻഡ് ആയതുകൊണ്ട് തന്നെ റിജക്ഷനെ ഭയങ്കരമായിട്ട് പേടിയുണ്ടാവും. അത് വലിയതായാലും മാരേജിലേക്ക് കടന്നാലും റിജക്ഷനെ ഭയങ്കര പേടി ആയതുകൊണ്ട് തന്നെ അസർട്ടീവ് ആവാൻ ഈ കുട്ടിക്ക് പറ്റില്ല. തൻ്റെ ഫീലിങ്സും ഇമോഷനും വേറെയുള്ള ആൾക്കാരുടെ മുന്നിൽ തുറന്ന് കാണിക്കാൻ ആൾക്ക് പറ്റുന്നുണ്ടാവില്ല. ആളുടെ ഫാമിലി ലൈഫിൽ അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. തങ്ങളുടെ ഇമോഷൻസോ അല്ലെങ്കിൽ ഫീലിങ്സോ ഏത് രീതിയിൽ എക്സ്പ്രസ് ചെയ്യണം എന്ന് പോലും ഈ ഒരു കുട്ടിക്ക് ചിലപ്പം അറിയലുണ്ടാവില്ല. ഇത്തരം നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടിലൂടെയാണ് ഓവർ പ്രൊട്ടക്റ്റീവായിട്ട് വളരുന്ന ഒരു ചൈൽഡ് കടന്നു പോകുന്നുണ്ടായിരിക്കുക. നല്ലൊരു പാരൻറ്റിങ് എന്ന് പറയുന്നത് അവരെ ഇൻഡിപെൻഡൻ്റ്ലി ഗൈഡ് ചെയ്യുക, അവർക്ക് അവരുടേതായ സ്പേസ് കൊടുക്കുക, പക്ഷേ അവരെ ഗൈഡ് ചെയ്യുകയും ചെയ്യണം. എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കുകയും നല്ല രീതിയിൽ അവരെ ഗൈഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഓരോ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാകും. പ്രോബ്ലം സോൾവിങ്ങിലൊക്കെ അവർ ചെറിയ രീതിയിലൊക്കെ കുഞ്ഞുപ്രായത്തിലേ എൻഗേജ് ചെയ്യിപ്പിക്കുക. ഒരു വീട്ടിലൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അവരുടേതായ അഭിപ്രായങ്ങളും കൂടെ ചോദിക്കുക. ആ രീതിയിൽ പ്രോബ്ലം സോൾവിങ്ങിലും നല്ല രീതിയിൽ ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിലൊക്കെ അവരെയും കൂടി ചെറിയ പ്രായം മുതലേ ഇൻക്ലൂഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. തനിക്കും പ്രോബ്ലം സോൾവ് ചെയ്യാനും തനിക്കും ഒരു ഡിസിഷൻ എടുക്കാനും പറ്റും എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു കുട്ടി മാറും. ചെറിയ ചെറിയ ഫെയിലിയറൊക്കെ ആളെ ഫേസ് ചെയ്യിപ്പിക്കുക, അതായത് സേഫ് ആയിട്ടുള്ള ഫെയിലിയേഴ്സൊക്കെ ആളെ ഫേസ് ചെയ്യിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ഫെയിലിയർ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഈ ഒരു കുട്ടിക്ക് എത്തുള്ളൂ.
നല്ല ഹെൽത്തി ആയിട്ടുള്ള വേയിൽ നമ്മളെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുക. എങ്ങനെയാണ് നമുക്ക് ദേഷ്യം വന്നാൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്, ഹെൽത്തി വേയിൽ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം, സങ്കടമാണ് അത് എങ്ങനെ ഹെൽത്തി ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം, അങ്ങനെ ഓരോ ഇമോഷനും ഹെൽത്തി വേയിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കുട്ടിക്ക് ആദ്യം മുതലേ പഠിപ്പിച്ചു കൊടുക്കുക. നല്ലൊരു പാരൻറ്റിങ് കൊടുത്തുകൊണ്ട് നമ്മൾ ഓരോ കുട്ടികളെയും ഫ്യൂച്ചറിലേക്ക് നല്ലൊരു വ്യക്തികളാക്കിയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്